ഹലോ ഫ്രണ്ട്സ്, ഫ്ലിപ്സോൺ ഓൺലൈൻ എന്ന ഡിജിറ്റൽ ലോകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഓൺലൈനായിട്ട് ട്രെയിനിങ് എങ്ങനെ നമ്മുടെ GST നിൽ അടക്കാമെന്നുള്ളതാണ്. ആദ്യം നമ്മൾ GST രജിസ്ട്രേഷൻ എല്ലാം കംപ്ലീറ്റ് ആയിരിക്കണം. അതിന് ശേഷം നമുക്കൊരു യൂസർ ID കിട്ടും. ആ യൂസർ ID പിന്നെ ഒരു പാസ്വേഡും വെച്ച് നമ്മൾ GST സൈറ്റിൽ ലോഗിൻ ആക്കുക. അങ്ങനെ GST സൈറ്റിൽ ലോഗിൻ ആയതിന് ശേഷം അതിൻ്റെ ഡാഷ്ബോർഡ് എടുക്കുക. ഡാഷ്ബോർഡിൽ നമ്മൾ ലെഡ്ജർ ബാലൻസ് കാര്യങ്ങളെല്ലാം കാണിക്കും. അതിൽ പിന്നെ ഫയൽ റിട്ടേൺ എന്നുള്ള ഓപ്ഷൻ അത് നമ്മൾ സെലക്ട് ചെയ്യുക. അതിൽ ഏത് വർഷത്തെയാണ് നമ്മൾ അടക്കുന്നത് എങ്കിൽ ആ വർഷം കൊടുക്കുക. പിന്നെ ഏത് മാസത്തെയാണ്, ക്വാർട്ടർ ഏതാണ്, അതിൽ ക്വാർട്ടറിൽ ഏത് മാസത്തെയാണെന്ന് സെലക്ട് ചെയ്യാം. അപ്പോൾ ഞാൻ 2024-25 മാസത്തെ ജൂണിലെ നിൽ GST ആണ് അടക്കാൻ പോകുന്നത്. അതിൽ ക്വാർട്ടർ ഏപ്രിൽ, മെയ്, ജൂൺ, ആ ജൂൺ സെലക്ട് ചെയ്തു. അതിൽ താഴത്ത് ജൂൺ മാസം സെലക്ട് ചെയ്തു. അതിന് ശേഷം നമ്മൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ മാസത്തെ അടക്കാനുള്ളത് അവിടെ വരും. അതിൽ പ്രിപ്പയർ ഓൺലൈൻ എന്നുള്ളതാണ് GST R1 പ്രിപ്പയർ ഓൺലൈൻ എന്നുള്ളത് കൊടുക്കുക. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു സൈറ്റാണ്, ഇങ്ങനെ ഒരു വിൻഡോസാണ് വരുന്നത്. അതിൽ നമ്മൾ ടിക്ക് മാർക്ക് ഇടുക. അപ്പോൾ അവിടെ നമ്മൾ ബിസിനസ് നെയിം വരും. ആ ബിസിനസ് നെയിം സെലക്ട് ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, മൊബൈൽ പോർട്രേറ്റ് ചെയ്യണം. പോർട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഫുൾ ഓപ്ഷൻ നമുക്ക് കാണിക്കാൻ പറ്റും. അതല്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ് മൊബൈൽ സൈറ്റിലാണെന്നുണ്ടെങ്കിൽ. അല്ലെങ്കിൽ ക്രോമിൻ്റെ ഡെസ്ക്ടോപ്പ് സൈറ്റ് ആയാലും മതി. അപ്പോൾ അവിടെ നമ്മൾ ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ബിസിനസ് അഡ്രസ്സ് കാര്യങ്ങളെല്ലാം വരും. ആ ബിസിനസ് നെയിം നമ്മൾ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവർ ചോദിക്കും. ബിസിനസ് നെയിം സെലക്ട് ചെയ്തു. എന്നിട്ട് വിത്ത് EVC എന്നുള്ളത് കൊടുക്കണം. DSC ആണോ EVC ആണോ? EVC ആണ് നമ്മൾ കൊടുക്കേണ്ടത്. അങ്ങനെ ആകുമ്പോൾ ഒരു OTP വരും. നമ്മുടെ മെയിലിലും അതുപോലെ നമ്മൾ കൊടുത്ത രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറിലും വരും. ഞാനവിടെ കോപ്പി പേസ്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്. കോപ്പി പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ GST R1 കംപ്ലീറ്റ് ആയി എന്നുള്ള മെസ്സേജ് അപ്പോൾ ഉടനടി SMS ആയിട്ട് നമ്മുടെ മൊബൈലിലേക്ക് വരും. അതിൻ്റെ ശേഷം പിന്നെ നമ്മൾ ചെയ്യേണ്ടത് GST 3B കൂടി നമ്മൾ ഫയൽ ചെയ്യണം. നില്ലാണെങ്കിലും അല്ലെങ്കിലും. ഞാൻ GST 3B എങ്ങനെയാണ് ഫയൽ ചെയ്യുക എന്നുള്ളതാണ് ഇനി അടുത്തതായി കാണിക്കാൻ പോകുന്നത്. നേരെ ഡാഷ്ബോർഡ് സെലക്ട് ചെയ്യാം. എന്നിട്ട് അതേപോലെ നേരത്തെ കാണിച്ചതുപോലെ തന്നെ വർഷം, മാസം അത് സെർച്ച് ചെയ്തിട്ട് സെലക്ട് ചെയ്യാം. ഉദാഹരണം ജൂൺ മാസത്തെ 2024. എന്നിട്ട് അതിൽ താഴത്ത് ഇങ്ങനെ കാണിക്കുമ്പോൾ കാണാം ഓരോ GST. അതിൽ ഏറ്റവും ലാസ്റ്റ് മന്ത്ലി റിട്ടേൺ GST 3B പ്രിപ്പയർ ഓഫ്ലൈൻ, പ്രിപ്പയർ ഓൺലൈൻ എന്ന് കാണാം. ഇതിൽ പ്രിപ്പയർ ഓൺലൈൻ എന്നുള്ളതാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അങ്ങനെ സെലക്ട് ചെയ്യുമ്പോൾ തന്നെ ബാക്കിയുള്ള ഡീറ്റെയിൽസൊക്കെ വരും. ആ ഡീറ്റെയിൽസ് വരുന്നതിന് നമ്മൾ വീണ്ടും മൊബൈലിൽ പോർട്രേറ്റ് മോഡിൽ ആക്കണം. അതല്ല എന്നുണ്ടെങ്കിൽ ഡെസ്ക്ടോപ്പ് സൈറ്റിലാക്കണം. ഡെസ്ക്ടോപ്പ് സൈറ്റിലാക്കി കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ഒരു വിൻഡോസാണ് വരിക. ആ വിൻഡോസ് നമ്മൾ ക്ലോസ് ചെയ്യണം. അതിൻ്റെ ശേഷം അവിടെ കാണിക്കും നമ്മളതിൽ സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് നമ്മളെ ഡൗൺലോഡ് ചെയ്തെടുക്കാനുള്ള ഓപ്ഷനാണ്. ഒരു മാസത്തെ നമ്മളെ GST എത്രയൊക്കെയാണുള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഡൗൺലോഡ് ചെയ്തെടുക്കാനുള്ളതാണത്. ഡൗൺലോഡ് ചെയ്തെടുക്കാൻ നിർബന്ധമല്ല, എങ്കിലും ഡൗൺലോഡ് ചെയ്തെടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ നമ്മളെ ബിസിനസ് പേര് സെലക്ട് ചെയ്യുക. എന്നിട്ട് പ്രിപ്പയർ ഓഫ്ലൈൻ, പ്രിപ്പയർ ഓൺലൈൻ എന്ന് വീണ്ടും കാണിക്കും. നമ്മൾ ഓൺലൈൻ കൊടുക്കുക. അപ്പോൾ വീണ്ടും നേരത്തെ പോലെ തന്നെ ഒരു OTP നമ്മുടെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പർ വരും. അത് ഒന്നുകിൽ കോപ്പി പേസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ അത് കൃത്യമായിട്ട് അവിടെ അടിച്ചു കൊടുക്കുക. അത് അടിച്ചെടുക്കുന്നതോടുകൂടെ ഫയലിംഗ് സക്സസ്ഫുൾ എന്ന് കാണിക്കും. അപ്പോൾ നമ്മുടെ എല്ലാ GST അടക്കലും കഴിഞ്ഞു. ഇങ്ങനെയാണ് GST അടക്കേണ്ടത്. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ് GST അടക്കാൻ.
ഓക്കെ, അപ്പോൾ മറ്റോ വീഡിയോ ആയിട്ട് വീണ്ടും ഡിജിറ്റൽ മാർക്കറ്റിംഗ് വരുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.